മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും മോർണിംഗ് വോയിസ് ഫാമിലിയുടെ പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. 2018 സെപ്റ്റംബർ മാസം 26 തീയതി ആരംഭിച്ച ഈ ശുശ്രൂഷ ഇന്നും ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹീതമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി ഈ സമയം അവിടുന്ന് അറിയിക്കുന്നു. ഈ ഒരു പ്രവർത്തനത്തിലേക്ക് മെസ്സേജുകൾ തന്ന് സഹായിച്ച ദേവദാസന്മാരോടും സഹോദരന്മാരോടുമുള്ള നന്ദി ഇവിടെ അറിയിക്കുന്നു. ഇന്ന് 2026 പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ അവിടുന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പുതിയ പ്രോഗ്രാമായിട്ടാണ് ഞങ്ങൾ മോർണിംഗ് വോയിസിൻ്റെ ടീം കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് സഹോദരൻ ഹാനോക് ബാബു കൂടൽ ഒരു പാട്ട് പാടുന്നതായിരിക്കും. ആ പാട്ടിൻ്റെ ഈരടികൾ ഇങ്ങനെയാണ്: നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവര. നമ്മെ സ്നേഹിച്ച, നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന്, നമ്മെ നടത്തിയ, നമ്മെ പരിപാലിച്ച ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ആ സഹോദരൻ പാടുമ്പോൾ തന്നെ നമുക്കും കൂടെ ആ പാടിക്കൊണ്ട് ആ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും അവിടുന്ന് ചെയ്യാം. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ ബോബി മുക്കൂട്ടുതറ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. ആ ചിന്തയും ഏറ്റവും അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് പ്രാർത്ഥിക്കുക. ഇതുവരെയും പ്രാർത്ഥിച്ച എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകം വീണ്ടും ഓർപ്പിച്ചുകൊള്ളുന്നു. കർത്താവ് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. താഴ്വരയാതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. ഊരിരുൾ താഴ്വരയാതിലുമെൻ്റെ
വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിതശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിതശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. താങ്ക് യു. മോർണിംഗ് വോയിസിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. 2026 എന്നൊരു പുതിയ വർഷത്തിൻ്റെ പ്രാരംഭ ദിനത്തിൽ നാം വന്നെത്തിയിരിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ അതോർത്ത് ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. സുഖദുഃഖ സമ്മിശ്രമായിരുന്ന കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവൻ ദൈവത്തിൻ്റെ അളവറ്റ കൃപ നാം അനുഭവിച്ചു. ദൈവം നമ്മെ പരിപാലിച്ചു എന്നല്ലാതെ നമുക്കെന്താണ് പറയാനുള്ളത്? കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മെ കരുതുന്നുണ്ടായിരുന്നു. വേദനയുടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിരിക്കാം, സന്തോഷകരമായ അവസ്ഥകളിലൂടെ കടന്നുപോയി. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിൻ്റെ അളവറ്റ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞു. ദൈവസ്നേഹം അനുഭവിച്ചറിയുവാൻ ദൈവം നമുക്ക് ഇടവരുത്തി. പ്രിയരെ, ഈ പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ ദൈവത്തോടുള്ള നന്ദിയോടുകൂടെ സ്തോത്രവും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗം വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ പറയുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു. 2026 കടന്നിരിക്കുമ്പോൾ അനേക തീരുമാനങ്ങൾ എടുത്തിരിക്കുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങൾ ജീവിതത്തിൽ എടുത്തിരിക്കുന്ന പുതിയ തീരുമാനങ്ങൾ ഒരുപക്ഷെ ബൈബിൾ വായിച്ച് തുടങ്ങിയ തീരുമാനമായിരിക്കാം, പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിച്ചതായിരിക്കാം, കുടുംബമൊത്ത് വേർതിരിക്കുന്നതായിരിക്കാം, വ്യായാമങ്ങൾ ചെയ്യുമെന്നുള്ള തീരുമാനം എടുത്തവരുണ്ടായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത പ്രിയപ്പെട്ടവർ ഉണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ ഇതാ പൗലോസ് ഒരു തീരുമാനം പറയുക, ഒന്ന് ഞാൻ ചെയ്യുന്നു. എന്നിട്ട് 2 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, പിൻപിലുള്ളത് മറന്നും, 2, മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട്. 2026 കടന്നിരിക്കുമ്പോൾ 2025 എന്ന വർഷം നമ്മുടെ പിൻപിലായിരുന്നു. കഴിഞ്ഞ നാളുകളൊക്കെ കഴിഞ്ഞു പോയപ്പോൾ അതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മുൻപിൽ എന്താണുള്ളതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്നാൽ പഴയതും പുതിയതും തമ്മിൽ വലിയ കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ എന്താണ് സംഭവിച്ചത്? എനിക്കറിയാം, ഇന്നെന്നെ കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച പലതുമായിട്ട് ജീവിത സംഘർഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കഴിഞ്ഞ വർഷത്തിലുണ്ടായ ചില പ്രയാസങ്ങൾ, ചില വീഴ്ചകൾ, തങ്ങളുടെ സംസാരത്തിൽ വന്നുപോയ വീഴ്ചയെ തുടർന്നുണ്ടായ പിണക്കങ്ങൾ, മറ്റു ചിലർക്കാകട്ടെ ജോലി നഷ്ടപ്പെട്ടതും രോഗം കടന്നു വന്നതും കടഭാരങ്ങളിലൂടെ കടന്നുപോയതും, അങ്ങനെ പലവിധമായ പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലുമൊക്കെ പലവിധമായ പ്രശ്നങ്ങൾ ഒരുപക്ഷെങ്കിൽ കഴിഞ്ഞൊരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. ഇവിടെ ഇതാ പൗലോസ് തൻ്റെ ജീവിത തീരുമാനത്തിങ്കിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ, പഴയ കാര്യങ്ങളെ എന്താ ചെയ്യുന്നത്? ഞാനതിനെയൊക്കെ മറന്നു കളയുകയാണ്.
കേവലം തൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളെക്കുറിച്ച് മാത്രമല്ല പൗലോസ് ഇവിടെ പറയുന്നത്, മറിച്ച് തൻ്റെ ജഡത്തിൽ തനിക്കുണ്ടായ നേട്ടങ്ങളെയെല്ലാം മറന്നു കളയാനുള്ള ഒരു മനസ്സ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് പൗലോസ് ആദ്യമായിട്ട് തൻ്റെ ജീവിത പശ്ചാത്തലം എന്തെല്ലാമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. അവിടെ ഇങ്ങനെ നാം വായിക്കുന്നു: 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. ഇങ്ങനെ 6-7 കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോന്നും പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളവയാണ്. ജഡത്തിലെ നേട്ടങ്ങളാണിതെല്ലാം. എബ്രായനായി ജീവിക്കാൻ കഴിയുക, 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കുക എന്ന് വെച്ചാൽ യഥാർത്ഥമായി ഞാനൊരു യഹൂദനാണ്, ഞാനൊരു പരീശനാണ്. ഇതൊക്കെ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടമുള്ളതും പ്രശംസനീയമായ കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, ഇതിനെയെല്ലാം ഞാൻ വിട്ട് കളയുന്നു, ഞാൻ മറക്കുന്നുവെന്ന്. മറക്കുക എന്നതിന് കേവലം ഞാൻ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നതല്ല ഇവിടുത്തെ ആശയം. മറിച്ച് ഇതൊന്നും എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയുകയില്ല എന്നൊരവസ്ഥയിലേക്ക്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇതല്ലേ നമ്മുടെ ജീവിതത്തിലും ഇന്ന് ആവശ്യമായിരിക്കുന്നത്. പിൻപിലുള്ള കാര്യങ്ങളാൽ ഒന്നും നമ്മുടെ ജീവിതം നിയന്ത്രിക്കപ്പെടാത്ത അവസ്ഥ. അങ്ങനെ ഒരുപക്ഷെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാകും. ഇതൊരു തീരുമാനമായിരിക്കട്ടെ, ദൈവസന്നിധിയിൽ നമുക്ക് എടുക്കാൻ കഴിയുന്നൊരു തീരുമാനം. കഴിഞ്ഞൊരു വർഷം ചിലരുമായിട്ടുണ്ടായ പിണക്കം, അതിനാൽ എൻ്റെ ജീവിതം നിയന്ത്രിക്കപ്പെടുവാൻ പാടില്ല. ചില ആളുകളോടുള്ള എൻ്റെ ഒരു മനോഭാവം, അതങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്നാൽ ഇന്നും ആ മനോഭാവം നമ്മെ വേട്ടയാടുവാനായിട്ട് പാടില്ല. ഒരുപക്ഷെ ചില ജീവിതത്തിലെ നേട്ടങ്ങളായിരിക്കാം, സമ്പത്തിൽ വന്ന വർധനവോ ജോലിയിൽ ലഭിച്ച നേട്ടമോ, ഇതൊന്നും നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനായിട്ട് പാടില്ല. ക്രിസ്തുയേശുവിനെ സ്നേഹിക്കുന്നതിൽ നമ്മെ അകറ്റുന്നത് എന്താണോ അതൊന്നും നമ്മയോട് നിയന്ത്രിക്കാൻ പാടില്ല. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലെ എൻ്റെ തെറ്റായ തീരുമാനങ്ങളാകട്ടെ, എൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളാകട്ടെ, എൻ്റെ രോഗങ്ങളാകട്ടെ, ഇതിനാലൊന്നും എൻ്റെ ജീവിതം ഞാൻ നിയന്ത്രിക്കപ്പെടുവാൻ അനുവദിക്കുകയില്ല. അതിന് പറഞ്ഞിരിക്കുക, പിൻപിലുള്ളത് മറക്കുകയാണ്. ഇനി അതിനോട് ചേർത്ത് പറയുക, പിൻപിലുള്ളത് മറക്കുക എന്ന് മാത്രമല്ല, മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് മുൻപിലേക്ക് എനിക്ക് ചിലതുണ്ട്. പ്രിയരെ, ഇതാണ് നമ്മുടെ ജീവിതത്തെ നിലനിർത്തുന്നത് തന്നെ. തീർച്ചയായും ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കേവലം ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ നാം തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം എത്രയോ വിഷമകരമായി തീർന്നേനെ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന് എന്നത് തീർച്ചയായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ ഒരു പ്രത്യാശ വയ്ക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഭാവിയിലേക്ക് നോക്കി പുഞ്ചിരിക്കുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തു നമ്മെ ചേർക്കുവാനായിട്ട് വരും. ആ പ്രത്യാശയോടുകൂടെ നാം ജീവിക്കണം. അപ്പോൾ ഭാവി നമുക്കുണ്ട് എന്നത് എത്രയോ ശ്രദ്ധേയമാണ്. ഇനി മുൻപോട്ട് നോക്കി ഞാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന 3 ലക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിന് മുൻപിൽ ഇനിയുള്ള നാളുകളിൽ 2026 എന്ന വർഷത്തിലേക്ക് നാം ആയിരിക്കുമ്പോൾ നമുക്ക് 3 ലക്ഷ്യങ്ങൾ മുന്നിൽ വയ്ക്കാം. പിൻപിലുള്ളതിനെയൊക്കെ മറന്നു കളഞ്ഞ് മുൻപിലുള്ള 3 ലക്ഷ്യങ്ങൾ. ഒന്ന്, ഇവിടെ പറഞ്ഞിരിക്കുക 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണം. 3 കാര്യങ്ങൾ. ഒന്ന്, എനിക്ക് അവനെ അറിയണം, യേശു ക്രിസ്തുവിനെ അറിയണം. പൗലോസിന് കർത്താവിനെക്കുറിച്ച് അനവധി വെളിപ്പാടുകളും ബോധ്യങ്ങളും ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ്. എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ്, എനിക്ക് യേശു ക്രിസ്തുവിനെ ഇനിയും അടുത്തറിയണം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, തങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ പല നിലകളിൽ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, അറിഞ്ഞുകൊണ്ടുമായിരിക്കാം ഇരിക്കുന്നത്. എന്നാൽ നമ്മുടെ 2026 വരുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഇതായിരിക്കട്ടെ, എൻ്റെ ദൈവത്തെ, എൻ്റെ കർത്താവിനെ അധികമായി അനുഭവിച്ച് എനിക്കറിയണം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തെ അധികമായി അടുത്തറിയുവാൻ, ദൈവത്തോട് കൂടെ നടക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നു, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ. എന്താണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു കേവലം മരിച്ചു എന്നതല്ല സുവിശേഷം,
മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നതാണ്. അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ശക്തി, പുനരുത്ഥാനത്തിൻ്റെ ശക്തി, അതാണ് സുവിശേഷം. അതെനിക്ക് അനുഭവിച്ചറിയണം. ആ സുവിശേഷത്തിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാലാണ് നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് അനുഭവിച്ചറിയണമെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കണം. സുവിശേഷം മറ്റുള്ളവരോട് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയുവാൻ കഴിയും. അതിനായി നമ്മെ സഹായിക്കട്ടെ. വ്യക്തികളായും കുടുംബങ്ങളായും സഭയായും ഈ പുനരുത്ഥാനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തിയെ അറിയാം. സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത്തെ ലക്ഷ്യമായി പറഞ്ഞിരിക്കുന്നത് അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ എനിക്ക് അനുഭവിച്ചറിയണം. 2026 വന്നപ്പോൾ പലരും പറഞ്ഞു കാണും, സമ്പദ് സമൃദ്ധിയുടെ ഒരു വർഷം നേരുന്നുവെന്ന്. നല്ല കാര്യം. എന്നാൽ ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരുമെന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാസ്തവമായ കാര്യമാണ്. അപ്പോൾ കഷ്ടതയില്ലാത്തൊരു വർഷമാവട്ടെ എന്ന് പറയുവാൻ കഴിയുകയില്ലല്ലോ. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം കഷ്ടതയും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ വന്നേക്കാം. എന്നാൽ ഇവിടെ നാം വായിക്കുക, പൗലോസ് പറയുന്നു, ഇനി എനിക്ക് വരുവാനുള്ള നാളുകളിൽ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ അനുഭവിച്ചറിയണം. എനിക്ക് കഷ്ടത ഒരു കൂട്ടായ്മയാണ്. ദൈവത്തോട് ചേർന്ന് ഒരു കൂട്ടായ്മ അനുഭവിക്കുവാൻ ഉള്ളൊരു സാഹചര്യമാണ് കഷ്ടത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വരുന്ന നാളുകളിൽ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളുടെയും അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നേക്കാം. അപ്പോൾ നമുക്കും പറയാം, ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ കൂടെ നമുക്ക് വരം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് നൽകുന്ന കഷ്ടതകളും പ്രയാസങ്ങളിലൂടെയും ഈ പുതുവർഷത്തിൽ നാം കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തോട് ചേരുവാൻ, ദൈവത്തിൻ്റെ കൂട്ടായ്മ, ദൈവത്തിൻ്റെ മനസ്സലിവ്, ദൈവം നമ്മോട് കാണിക്കുന്ന കൃപയെ അധികമായി അനുഭവിക്കുവാൻ നമുക്ക് ഇടവരണം. അതിനായി നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും നമുക്കൊരുക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പൗലോസിനോട് ചേർന്ന് നമുക്കും ഇങ്ങനെ പറയാം, പിൻപിലുള്ളതൊക്കെ മറന്നു കളഞ്ഞ് മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടാം. മുൻപിൽ വെച്ചിരുന്ന ലക്ഷ്യങ്ങൾ: 1, യേശു ക്രിസ്തുവിനെ അധികമായി ജീവിതത്തിലൂടെ അനുഭവിച്ചറിയാം. 2, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ, സുവിശേഷത്തിൻ്റെ ശക്തിയെ, സുവിശേഷം മറ്റുള്ളവരോട് പങ്കിട്ട് ആ ശക്തിയെ അധികമായി അനുഭവിച്ചറിയാം. 3, കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയാം. ജീവിതത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കൂട്ടായ്മ അധികമായി അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ പുതുവർഷം എല്ലാവരുടെയും ജീവിതത്തിൽ അധികമായി ദൈവകൃപ അനുഭവിപ്പാൻ ഇടവരട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.